ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതാ ഞാനും പറയുന്നത്. ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു മൊട്ടുസൂചി പോലും അവരെടുത്തിട്ടില്ല. പിന്നെ ആ വള അവര് താമസിക്കുന്നിടത്ത് കൊണ്ടിട്ടത് നിങ്ങൾ ആരെങ്കിലും ആണോ? കാശില്ലെങ്കിൽ എന്താ, ഷോയ്ക്ക് ഒരു കുറവുമില്ലല്ലോ. ഇതൊക്കെ എന്ത് ഷോയാ മോളെ? ഐശ്വര്യയുടെ മെഗാ ഷോ നീ കാണാൻ പോകുന്നേ ഉള്ളൂ. അപ്പോ ചേച്ചി പോയിട്ട് വരാം. ബൈ. എനിക്കറിയാം അമ്മ, അമ്മ കരയണ്ട. എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് ഞാൻ നോക്കട്ടെ. അറിയില്ല അമ്മ. ആരാ നീ? ഏതാ? എന്റെ അമ്മയാ ഇത്. ആരായാലും അനുവാദം ചോദിക്കാതെ പ്രതിയോട് സംസാരിക്കാൻ ആരാ നിന്നോട് പറഞ്ഞേ? ഇറങ്ങ, പുറത്തേക്ക് ഇറങ്ങാൻ. സർ, ഞാൻ അമ്മയോടൊന്ന് സംസാരിച്ചിട്ട്. അതൊന്നും പറ്റില്ല. SI അദ്ദേഹം അറിഞ്ഞാൽ ഇനി അത് മതി. നീ പുറത്തേക്ക് വേഗം ഇറങ്ങും. പോകാൻ പോകാൻ പറഞ്ഞപ്പോ. അമ്മ വിഷമിക്കാതെ, ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. സർ, എന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്യാത്ത ആളെ വെറുതെ പിടിച്ചോണ്ട് വരുവോ? വരില്ല. ഇത് കള്ളക്കേസാ സർ. അങ്ങനെ കള്ളക്കേസ് ഉണ്ടാക്കുന്നവരല്ല ഇവിടുത്തെ പോലീസുകാര്. സത്യവും ധർമ്മവും നീതിയും മാത്രം നടപ്പിലാക്കുന്നവരാ ഇവിടുത്തെ പോലീസുകാര്. സർ, എന്റെ അമ്മയ്ക്ക് സംസാരശേഷിയില്ല. എനിക്ക് ഓർമ്മ വെച്ച നാളെ മുതല് ഇന്നേ വരെ അന്യന്റെ ഒരു മുതലും അമ്മ മോഷ്ടിക്കോ ആളിന്റെ അനുവാദം കൂടാതെ എടുക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എന്റെ അമ്മ എങ്ങനെയാ സർ മോഷ്ടിക്കുന്നത്? തൊണ്ടി മുതലേ നിങ്ങൾ താമസിക്കുന്ന ഔട്ട് ഹൗസിൽ നിന്ന് കിട്ടിയതാ. നിങ്ങളുടെ അമ്മ മോഷ്ടിച്ചില്ലെങ്കിൽ രമാദേവിയുടെ സഹോദരന്റെ ഭാര്യയുടെ വള എങ്ങനെ നിങ്ങളുടെ ഔട്ട് ഹൗസിൽ വന്നു? പറന്നു വന്നോ? എന്റെ മോളെ, കള്ളം എത്ര തന്നെ സത്യമായി വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാലും തെളിവ് എന്നൊന്നുണ്ട്. ആ തെളിവാ SI അദ്ദേഹം കണ്ടെത്തിയത്. അത് അതിന്റേതായ നടപടികളിലൂടെ പോവും. സർ, സത്യം മാത്രം പ്രവർത്തിക്കുന്ന ഒരു അമ്മയുടെ മകളാ ഞാൻ. കുട്ടിക്കാലത്തെ കള്ളത്തിനൊന്നും പറയരുത്, കള്ളം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ച ഒരച്ഛന്റെ മകളാ ഞാൻ. ദൈവം എന്നൊരു ശക്തി ഉണ്ടെങ്കിൽ ഇതെല്ലാം കള്ളുമായിരുന്നു എന്ന് സാറിന് എന്നെ മനസ്സിലാവും. അമ്മ വിഷമിക്കണ്ട. എന്റെ അയ്യപ്പ, എന്തൊക്കെയാ ഈ കുട്ടി പറഞ്ഞിട്ട് പോയത്? കാത്തോളനെ ഭഗവാനെ, സ്വാമി ശരണം. ആ, കൃഷി ഓഫീസർ വിളിക്കുമ്പം നീ പോയി കാണണം. എന്നെ നോക്കണ്ട. ശരി അച്ഛാ.
ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? ആ, അമ്മ വിളിച്ചപ്പോ കൃഷി ഓഫീസറോട് സംസാരിച്ചിരിക്കുമായിരുന്നു. തിരിച്ചു വിളിച്ചപ്പോ അമ്മയെ കിട്ടിയതുമില്ല. എന്താ അമ്മേ? എന്താ മുത്തശ്ശിയും ചന്ദ്രമ്മയും വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സീതയെ പോലീസ് അറസ്റ്റ് ചെയ്തോണ്ട് പോയടാ. ആ നീലിമയുടെ വള കണ്ടില്ലെന്നും പറഞ്ഞ് കേസ് കൊടുത്തു. വള ഔട്ട് ഹൗസിൽ നിന്ന് കിട്ടുകയും ചെയ്തു. ഇത് കള്ളക്കേസാച്ചാ. ചിന്നു അമ്മായിയും അത്ര രസത്തിലല്ലാത്തതുകൊണ്ട് വെറുതെ ഉണ്ടാക്കിയ കേസത്. അവളൊന്ന് പറഞ്ഞിട്ട് പോയത് നീയും കേട്ടതല്ലേ? ആ വള എങ്ങനെ അവിടെ വന്നു എന്നാ മനസ്സിലാകാത്തത്? അത് അമ്മായി തന്നെ ഇട്ടിട്ട് പോയതാവും. ദേ അച്ഛാ, ഒന്നാമതേ സീതാന്റിക്ക് സംസാരിക്കാൻ കഴിയാത്തതാ. ഇത് കള്ളക്കേസാണെന്ന് തെളിഞ്ഞാ പിന്നീട് വലിയ വാർത്തയാവും അത്. അച്ഛാ, നമ്മളെ നാണം കാണാൻ പോകുന്നത്. അല്ല, ചിന്നു തറിഞ്ഞോ? അവള് വന്നപ്പോ ഞങ്ങള് പറഞ്ഞു. ഇതറിഞ്ഞപ്പോൾ തകർന്നു പോയി അവള്. എന്നിട്ട് അവളെവിടെ? സ്റ്റേഷനിലേക്ക് പോയി. നിങ്ങൾ ആരെങ്കിലും കൂടെ ചെല്ല്. ഈ നാടൊന്നും അറിയാത്ത കുട്ടി അവള്. ഞാനും കൂടി സ്റ്റേഷൻ വരെ പോയിട്ട് വരാച്ചാ. ശരി. മഹി, നീ എവിടേക്കാ? അല്ല മാം, സീതാന്റിയെ. സീതാന്റി? അവരെ പോലീസ് കൊണ്ടുപോയത് നീ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഞാനൊന്ന് സ്റ്റേഷൻ വരെ പോകാമെന്ന് എഴുതി. എന്തിന്? അവരവളെ കൊണ്ടുപോയിരിക്കുന്നത് മോഷണക്കുറ്റത്തിന്. അത് തെളിയുമ്പോ വിട്ടോളും. രമേ, ഇത് കള്ളക്കേസായിരിക്കും. മോഷണം ഒന്നും ചെയ്യുന്ന ആളുകളല്ല സീതയും ചിന്നുവും. അതെ, അതാ ഞാനും പറയുന്നത്. ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു മൊട്ടുസൂചി പോലും അവരെടുത്തിട്ടില്ല. പിന്നെ ആ വള അവര് താമസിക്കുന്നിടത്ത് കൊണ്ടിട്ടത് നിങ്ങൾ ആരെങ്കിലും ആണോ? ഇവിടെ നിന്ന് ആരും ഈ പേരും പറഞ്ഞ് സ്റ്റേഷനിലേക്ക് പോകുന്നില്ല.